ഇന്ന് നമുക്ക് കുറച്ച് വയമ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ വയമ്പ് വറ്റിച്ച് വെക്കാൻ പോവുകയാണ്. തേങ്ങയും മുളകും ഒക്കെ ഇട്ട് വയമ്പ് വറ്റിച്ചത്. അപ്പം വയമ്പ് അറിയാമല്ലോ, തോടുകളിലും ആറുകളിലൊക്കെയാണ് നല്ല ശുദ്ധജലത്തിൽ ജീവിക്കുന്ന മീനുകളാണ്. നല്ല തെളിഞ്ഞ വെള്ളം വരുമ്പോൾ മാത്രമേ വയമ്പുകൾ നമ്മൾ ധാരാളമായി കാണാറുള്ളൂ. വരുമ്പോൾ തന്നെ ഇത് കൂട്ടമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വീശി പിടിക്കാനൊക്കെ എളുപ്പമാണ്. അങ്ങനെ വീശി പിടിച്ച വയമ്പാണ്. ഒരുപാട് കാൽസ്യവും അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുള്ള മീനുകളാണ്. പക്ഷേ വളരെ ചെറിയ മത്സ്യമായതിനാൽ അധികം എല്ലാവർക്കും വെട്ടാനൊക്കെ പ്രയാസമായതിനാൽ അധികം ആരും ഉപയോഗിക്കാറില്ല. എന്നാലും ഒരുപാട് ഗുണങ്ങളുള്ള മീനാണ്. അപ്പോൾ നമ്മളിതാ വയമ്പിനെ വെട്ടി ഏകദേശം കുറച്ചുണ്ട്, മുഴുവൻ എടുത്തില്ല. മുഴുവൻ വെട്ടണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വയമ്പിനെ മാത്രം വെട്ടിയെടുത്തു. ഇനി നമ്മൾ അത് വറ്റിച്ച് വെക്കാനായിട്ട് പോവുകയാണ്. അതിനുള്ള ഐറ്റംസൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് പച്ചമുളക്, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, കറിവേപ്പില, തേങ്ങ തിരുമിയത്, ഇത്രയും. ഇത് നമുക്ക് തേങ്ങയും കറിവേപ്പിലയും മാറ്റി വെച്ച് ബാക്കി എല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ച് കലക്കി എടുക്കാം. ഒരുപാട് അരഞ്ഞു പോകുകയൊന്നും ചെയ്ത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. കല്ലിലരയ്ക്കുന്നവരാണെങ്കിൽ കല്ലിലരച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ ഒന്നടിച്ച് നമ്മളിങ്ങെടുക്കുവാണ്. ഇനി നമുക്ക് ഒരു ചട്ടിയിലേക്ക് തേങ്ങയും ഈ തല്ലിച്ചതച്ച് വെച്ചേക്കുന്ന മുളക് ഉള്ളി എല്ലാം കൂടെ ഇട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് മീനും ഇട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാനുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പൊടി ഐറ്റംസ് നമുക്ക് ചേർക്കാനുണ്ട്. അപ്പോൾ നമുക്കിതാ തേങ്ങയൊക്കെ ഇങ്ങോട്ട് ഇടുവാണ്. തേങ്ങയും കറിവേപ്പിലയൊക്കെ ഇട്ടതിന് ശേഷം നമ്മളിതാ ഉള്ളിയും ഇഞ്ചിയും മുളകും എല്ലാം കൂടെ ചതച്ചതും നമ്മൾ ചേർത്തതിന് ശേഷം അതും കൂടെ ഇട്ട് നല്ല പോലെ മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പം എന്താ ഉള്ളിയും ഇഞ്ചിയും മുളകും എല്ലാം കൂടെ നമ്മൾ ചതച്ചതെടുത്തിട്ട് ഇനി നമുക്ക് ആ ജാറിൽ തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലോട്ട് ചേർക്കാവുന്നതാണ്. അപ്പോൾ ആ ജാറ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് റെഡിയാക്കി വെച്ചേക്കാവേ. ഇനി നമുക്ക് ഇതിലേക്ക് ഇടാനുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. അപ്പം മഞ്ഞൾപ്പൊടി നമ്മൾ ഏകദേശം കുറച്ച് ഒരു സ്പൂണിൻ്റെ അടുത്തോളം നമ്മൾ ചേർക്കുന്നുണ്ട്. കുറച്ച് കൂടുതൽ മീനുള്ളത് കൊണ്ടാണ് നമ്മൾ അത്രയും ചേർക്കുന്നത്. ഇനി നമുക്ക് അതിലോട്ട് നമുക്ക് ഉപ്പിടണം. ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം നമ്മൾ ഇടുക കേട്ടോ. ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് പിടിപ്പിക്കുകയാണ്. നമ്മളെ കണ്ട തേങ്ങയും ഈ മഞ്ഞൾപ്പൊടിയും നമ്മുടെ ഉള്ളിയും പച്ചമുളകും എല്ലാം ചതച്ചതും കൂടെ ഇട്ടത് അതിൻ്റെ കൂടെ നമ്മൾ ആ മിക്സിയിലെ വെള്ളവും കൂടെ ഒഴിച്ചു. വേറെ കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അത്രയും നമ്മൾ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് നമ്മളുടെ മീനെ ഇട്ട് കൊടുക്കാം. വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് നമ്മളുടെ മീനുകളെല്ലാം പിറക്കിയിടാൻ പോവുകയാണ്. ഇതേ കണ്ടോ, നമ്മുടെ വയമ്പുകളെല്ലാം ഇട്ട് ഇനി നമുക്ക് അതും കൂടെ ഇട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മീനുണ്ട്. കണ്ടോ, ഇത്രയും തന്നെ ഉണ്ട്. ഇനിയും ഉണ്ട് ഒരുപാട്. നമ്മൾ മുഴുവൻ എടുത്തില്ല, ഒരു കാൽ ഭാഗം മാത്രമേ നമ്മൾ എടുത്തുള്ളൂ. അപ്പോൾ എന്താ ഇത്രയും എടുത്തപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ചട്ടിയോളം ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതെല്ലാം കൂടെ അങ്ങോട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതിനിടെ നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് പിടിപ്പിക്കുക. അതിനുശേഷം നമുക്ക് അടുപ്പിലോട്ട് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നല്ല പോലെ നമ്മളത് മിക്സ് ചെയ്യാൻ പോവുകയാണ്. കണ്ടോ, ഇതുപോലെ നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് പിടിപ്പിക്കുക. വേറെ കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഒഴിക്കുന്നത് നമുക്ക് കുറച്ച് കുടംപുള്ളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുടംപുള്ളിയും ആ വെള്ളവും കൂടെ നമ്മൾ ഒഴിച്ചു വരും. ഇനി നമുക്കൊന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പിലോട്ട് വെക്കാവുന്നതാണ്. വയമ്പിൻ്റെ ഗുണം അറിയാവുന്നവരൊന്നും വയമ്പിനെ ഉപേക്ഷിക്കത്തില്ല. എത്ര ചെറുതാണല്ലോ അത് ഇച്ചിരി മേനക്കെട്ടിരുന്ന് വെട്ടിയെടുക്കും. അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലും വയമ്പ് കിട്ടുമ്പോഴേക്ക് ഇതുപോലെ വാങ്ങി വെട്ടി ഒന്ന് കറി വെച്ച് നോക്കണം. അപ്പോൾ നമ്മളിതാ ഇതിനി നേരെ അടുപ്പിലോട്ട് എടുത്ത് വെക്കാൻ പോവുകയാണ്. ഇതിന് ശേഷം ഒരു മൂടച്ചട്ടി വെച്ച് നമുക്കൊന്ന് മൂടി വെക്കാവേ. അത് കഴിഞ്ഞ് ഉടനെ തന്നെ നമുക്ക് ഒരു ചെറിയ ചീനച്ചട്ടി എടുത്ത് അടുപ്പിലോട്ട് വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു 3-4 വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് 1 സ്പൂൺ മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടിയാണ് നല്ലത്, അതും കൂടി ചേർത്തതിന് ശേഷം നല്ലപോലെ എണ്ണയിൽ ഇതൊന്ന് മൂത്ത് വരുന്നവരെ നമുക്ക് നോക്കിയിരിക്കുക. അതിന് ശേഷം നമുക്ക് ഒന്ന് എണ്ണയിൽ മൂത്ത ഉടനെ തന്നെ നമുക്ക് ഇതിനെ എടുത്ത് നേരെ വയമ്പ് വറ്റിച്ച് വെച്ചതിലോട്ട് നമുക്കങ്ങ് കമത്താവേ. അപ്പോൾ എന്താ ഏകദേശം എണ്ണയിൽ മുളക് പൊടി മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് വയമ്പ് വറ്റിച്ചതിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ആവി കൊള്ളിച്ചെടുക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയുടെയും ആ മുളക് പൊടിയുടെയും എല്ലാം കൂടെ ഒരു നല്ലൊരു അടിപൊളി മണവും കൂടെ ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ലൊരു പ്രത്യേക രുചിയായിരിക്കും. അപ്പോൾ നമുക്കിതാ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ ആവി കൊള്ളിച്ചെടുക്കാറുണ്ട്. എന്നാലേ നമ്മളുടെ ആ മുളക് പൊടിയുടെ ആ ടേസ്റ്റൊക്കെ നല്ലപോലെ ഇതിലോട്ട് പിടിക്കത്തുള്ളൂ. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്നും കൂടെ നോക്കാവേ. അടിപൊളി ടേസ്റ്റിൽ നമ്മുടെ വയമ്പ് വറ്റിച്ചത് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി വയമ്പ് കിട്ടുമ്പോഴേക്കും ഒഴിവാക്കി കളയരുത്. ഇച്ചിരി ബുദ്ധിമുട്ടിയിട്ടാലും വാങ്ങി ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിൽ നമുക്ക് വെക്കാൻ പറ്റും. നമ്മുടെ സ്വന്തം ചാനലായ ടോണി ചേട്ടൻ വ്ലോഗ്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി കാണാം. നന്ദി.